തൃശൂരിലെ നാട്ടികയിൽ സി മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നാട്ടികയിൽ 33,000-ഓളം വോട്ടുകൾ നേടാൻ സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 60,000-ആക്കി ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. അതേസമയം നാട്ടികയിൽ കടുത്ത മത്സരത്തിനായുള്ള കരുക്കൾ നീക്കുകയാണ് LDF-ഉം കോൺഗ്രസും. കഴിഞ്ഞ 10 വർഷം നാട്ടിക MLA ആയിരുന്ന സി മുകുന്ദൻ ബി.ജെ.പിയിലെത്തിയതോടെ NDA ക്യാമ്പ് നാട്ടികയിൽ വലിയ പ്രതീക്ഷയിലാണ്. സി മുകുന്ദൻ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ CPIയുടെ ഒരു വിഭാഗം വോട്ടും നിഷ്പക്ഷരായിട്ടുള്ളവരുടെ വോട്ടുകളും നേടാനാകുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33,716 വോട്ടുകളാണ് ബി.ജെ.പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. ആകെ ചെയ്തതിൽ 21.96% വോട്ടാണ് ബി.ജെ.പിക്ക് നേടാനായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വോട്ടുകളുടെ എണ്ണം 54-ആക്കി ഉയർത്തി 66,854 വോട്ടുകൾ ബി.ജെ.പി സമാഹരിച്ചു. ഇതാണ് ബി.ജെ.പിക്ക് നാട്ടിക നൽകുന്ന ആത്മവിശ്വാസം. LDF സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപി എത്തുമ്പോൾ പേയ്മെന്റ് സീറ്റ് വിവാദമടക്കം നാട്ടികയിൽ ചർച്ചയാവുകയാണ്. ഇത് LDF-ന് തിരിച്ചടിയാകുമെന്നതാണ് മറ്റു കക്ഷികളുടെ വിലയിരുത്തൽ. കോൺഗ്രസിലേക്ക് സുനിൽ ലാലൂർ കൂടി എത്തിയതോടെ നാട്ടികയിലെ മത്സരം കടുക്കുമെന്നാണ് പ്രതീക്ഷ. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.